ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പാത്രത്തിൽ നിറച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിക്കുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട്. നമുക്കുള്ളത് മഞ്ഞ കളറിലുള്ള പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. നല്ല പഴുത്ത് തുടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇത് കട്ട് ചെയ്തപ്പോൾ ഇതിന് അകം ഭാഗം കണ്ടോ, എന്തോ ഒരു കളറാണല്ലേ. അതിനനുസരിച്ച് നല്ല മധുരവുമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നല്ല സൂപ്പർ ഒരു സ്ക്വാഷ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ സ്ക്വാഷായിട്ട് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കാം. ഈ ഒരു സീസണൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. അടുത്ത് ഇതിൻ്റെ സീസൺ ആവുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ചധികം സ്ക്വാഷ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട്. നമ്മൾ ഇതിൻ്റെ പൾപ്പ് മാത്രം എടുത്തതാണ് കേട്ടോ. ഈ ഒരു മിക്സിയിൽ നമുക്കൊരു അര ഭാഗം കിട്ടിയിട്ടുണ്ട്. 10-30 കട്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഇത്ര. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിലൊരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കത്തില്ല. നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് ഓട്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ മാത്രമേ അധികം അങ്ങ് അരഞ്ഞു പോയാൽ അതിൻ്റെ കുരു അതിനോടൊപ്പം ചേരും. പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പലരും കുരുവൊക്കെ ഇട്ടിട്ടാണ് ഇത് സ്ക്വാഷാക്കി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അത്ര അധികം ഇരിക്കാറില്ല. നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇത് ഒരു കുരു ഒന്ന് മാറ്റി അരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അല്പം ഒരു വലിയ കണ്ണുള്ള അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ അടിയിൽ കുരു വരാനുള്ള അരഞ്ഞ കുരു, ചെറിയ കുരുവിൻ്റെ തരിയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളിത് വീണ്ടും ഇനി ഒന്നുകൂടി അരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് പരുവത്തിനുള്ള ആ ഒരു പൾപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, വെള്ളം നമ്മൾ ഒരു പൊടിയും ഇതിൽ ചേർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ തുള്ളി തുള്ളിയായിട്ടേ വീഴത്തുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പരിശ്രമിച്ചേ പറ്റത്തുള്ളൂ. എല്ലാവർക്കും അതിനുള്ള ക്ഷമ ഉണ്ടാവണമെന്നില്ല. അതിനുള്ള ക്ഷമയും സഹനവും സഹിച്ച് അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത് സ്ക്വാഷാക്കി വെക്കുന്നതിൽ. സ്ക്വാഷാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഞ്ചസാര ഒന്നും വീണ്ടും ഉപയോഗിക്കേണ്ടി വരത്തില്ല കേട്ടോ. അതിൽ തന്നെ നമുക്ക് വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെന്നിട്ട് ഇത് ഒന്ന് എടുക്കുക, ഒരു ഗ്ലാസ് എടുക്കുക, ഒരു 2-3 സ്പൂൺ അതിലോട്ടൊന്ന് വീത്തുക, അവർക്ക് ആവശ്യത്തിന് വെള്ളത്തിൽ കലക്കി കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ പരിപാടി എന്ന് പറയുന്നത്. വേറെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് ഇത് അരിഞ്ഞ് വീഴാനായിട്ട് അവസാനമൊക്കെ ആകുമ്പോൾ വലിയ പാടാണ് കേട്ടോ. 1 തുള്ളി 2 തുള്ളിയൊക്കെ വരത്തുള്ളൂ. അങ്ങനെ ഒരു ക്ഷമ ഇതിന് വേണം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഏറെ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇതിങ്ങനെ അരിച്ചെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ഇത് അരിച്ചുകൊണ്ടിരിക്കണം. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഒരുപാട് വൈറ്റമിൻ സി കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. ഇഷ്ടംമാതിരി വൈറ്റമിൻ സി മാത്രമല്ല, ഇത് നമ്മൾ വെറും വയറ്റിൽ നമ്മൾ ഇത് കഴിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി റിച്ച് ആണ്. ധാരാളം സിട്രിക് ആസിഡ് കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഇത് അസിഡിറ്റി ഉണ്ടാക്കുന്നതിന് ഉള്ള ഒരു പ്രശ്നം വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഉച്ച സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ വീട്ടിലുള്ളവർ നിങ്ങൾ ധൈര്യമായിട്ട് ഇതേപോലെ കുറച്ച് എടുത്ത് ഇങ്ങനെ ചെയ്തൊന്ന് നോക്കുക. നമുക്ക് അടുത്തൊരു സീസൺ വരെയോ അല്ലെങ്കിൽ കുറച്ച് നാളത്തെങ്കിലും നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ഫ്രഷ് ജ്യൂസ് കുടിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇനിയും കുറേ കടമ്പകൾ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു കുരുവൊക്കെ ഒരുപാട് കുരുവൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കുരുവിൽ നിന്നൊക്കെ മാറ്റി എടുക്കണം. അതിന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടെന്നുള്ളത്. അപ്പോൾ പ്രതിരോധശേഷിക്ക് ഏറ്റവും വലിയൊരു മരുന്നാണ്
നമ്മൾ ഈ പറയുന്ന നമ്മുടെ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു അരിപ്പയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചായ അരിപ്പ ഉണ്ടല്ലോ, ചെറിയ കണ്ണുള്ള ആ ഒരു ചായ അരിപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ വെച്ചിട്ടാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുള്ളി തുള്ളി ആയിട്ടൊക്കെ വീഴത്തുള്ളൂ. കുറച്ച് നേരം നമ്മൾ മെനക്കെട്ട് ഇങ്ങനെ ഇരിക്കണം. ഇതിന് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു പൾപ്പ് ഒരല്പം കട്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വീഴാനായിട്ട് പാടാണ്, കുറച്ച് പാട്. ചെറിയ കണ്ണും കൂടി ആയതുകൊണ്ട്, നമ്മൾ ചായ അരിപ്പ ആയതുകൊണ്ട് തന്നെ കുറച്ച് പാടുപെട്ടാൽ മാത്രമേ നമുക്ക് ഇത് ഒരു ജ്യൂസായിട്ട് തയ്യാറാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം പരിശ്രമം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയാണ്? നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്, വൈറ്റമിൻ സി കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഈ ജലദോഷമൊക്കെ ഉള്ളവർക്ക് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് കേട്ടോ. ജലദോഷം അങ്ങനെ ഒത്തിരി അസുഖങ്ങളെ പ്രതിരോധിക്കാനായിട്ട് പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അധികം നമ്മൾ വലിച്ചിഴച്ച് നീട്ടി പറഞ്ഞു തരേണ്ട ആവശ്യം ആർക്കുമില്ല. കാരണം എല്ലാവർക്കും ഇതിൻ്റെ ഗുണം അറിയാമെന്നുള്ളതാണ്. പലരുടെയും വീട്ടിൽ ധാരാളമായിട്ട് പർപ്പിൾ കളറിലും അതുപോലെ യെല്ലോ കളറിലും ഒക്കെ ധാരാളമായിട്ട് പല സ്ഥലങ്ങളിലും പാഷൻ ഫ്രൂട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചോ, ആദ്യം നമ്മൾ അതിൻ്റെ ആ പൾപ്പ് എടുത്തതിന് ശേഷം അതിനെ നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കാൻ നമുക്ക് പാകത്തിന്. ഇത് നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാൻ കേട്ടോ. ഇത് അരിച്ചിട്ട് നമുക്ക് ജ്യൂസായിട്ട് കുറച്ച് വെള്ളമൊക്കെ വീത്തി കുറച്ച് പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു അടിപൊളി ജ്യൂസായിട്ട് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. ഇനി നമ്മളിതാ ഒരു ബൗള് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഒരു 1/2 കിലോ അടുപ്പിച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പഞ്ചസാര ലൈനിലേക്ക് നമ്മൾ 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പഞ്ചസാര പാനി ഇവിടെ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളിവിടെ പഞ്ചസാര എടുത്ത് കുറഞ്ഞു പോയെങ്കിലും നമ്മൾ ഇതിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ പഞ്ചസാര നമ്മൾ അടുപ്പിൽ വച്ചിട്ടുണ്ട്. ഇനി അതിനെ ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത്, ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ, അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് അലിഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചത്. ആ സമയത്ത് നമുക്ക് കുറച്ച് നാരങ്ങ നീര് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയ നാരങ്ങ ഒരു 3 നാരങ്ങ എടുത്തിട്ടുണ്ട്. 3 നാരങ്ങയുടെ നീര് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കേടാവാതെ കുറേ നാൾ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതായത് 3 നാരങ്ങയാണെങ്കിലും അതിൽ ജ്യൂസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്ര എടുത്തിരിക്കുന്നത്. കുറച്ച് നമ്മളിപ്പോൾ ഒഴിക്കുന്നുണ്ട്. അടുത്ത പകുതി ഇനി പിന്നീട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് ഇത് തിളച്ച് ഒന്ന് കുറുവി വരണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു സ്കോഷ് പരുവത്തിൽ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നത് വരെ നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ പാഷൻ ഫ്രൂട്ട് ഇപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഇത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് പരമാവധി ഉള്ളവർക്ക് ഇതേപോലെ ഉപയോഗിച്ച് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ പുറത്ത് നമുക്ക് വിൽക്കാം. അങ്ങനെയൊക്കെ ഉള്ളവർ അങ്ങനെ ചെയ്യണം കേട്ടോ. ഇത് അത്രയേറെ നല്ല ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ ഒരു പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചസാര പാനി ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇത് ആയിട്ടില്ല കേട്ടോ, തിള വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇത് ആയി എന്ന് വിചാരിക്കരുത് നിങ്ങൾ. കുറച്ചുകൂടി ഒന്ന് കുറുക്കണം. ഒരു കുറച്ച് കട്ടിയോടുകൂടി ഈ ഒരു പഞ്ചസാര നമ്മൾ കോരുമ്പം ഒരു അല്പം കട്ടിയൊക്കെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് ആ ഒരു പാകത്തിന് എത്തി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു പാകം ആയാൽ മാത്രമേ ഇത് അധിക കാലം നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അധിക കാലം എന്ന് പറയുന്നത് 1 വർഷം വരെയൊക്കെ ഇത് നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാം കേട്ടോ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ക്വാഷാണ് നമ്മുടെ ഈ ഒരു പാഷൻ ഫ്രൂട്ട്
സ്ക്വാഷ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് പുറത്ത് നിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നല്ല കെമിക്കൽ ചേരുന്ന സ്ക്വാഷാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മളിതാ തിളച്ച് വന്ന ആ ഒരു പഞ്ചസാര പാനിയിലേക്ക് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ വീത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ എന്നിട്ട് ഇനി നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ജസ്റ്റ് ആ ഒരു തിളച്ച ഒരു ചെറിയൊരു ചൂട് നല്ല ചൂടിലാണ് നമ്മളിത് വീത്തി കൊടുത്തത്. എങ്കിലും ഞാൻ തീ ഓഫാക്കിയിട്ടാണ് ഇത് വീത്തി കൊടുത്തത്. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഗ്യാസ് കത്തിച്ച് ഇത് ഒരു ചെറിയ ചൂട് കൂടി ആക്കി കൊടുക്കണം. കാരണം ഈ ഒരു പൾപ്പ് ഒന്ന് കുറുകി വരണം. ഒരു ചെറിയ ഇതിന് ഒരു തിള പോലെ വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒന്നുകൂടി ഒന്ന് കത്തിച്ച് കൊടുക്കുന്നത്. കുറച്ച് നേരം ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതാ നമ്മുടെ ആ ഒരു പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. കടയിൽ നിന്നൊക്കെ കെമിക്കൽ ചേരുന്ന രീതിയിലുള്ള സ്ക്വാഷുകളൊക്കെ നമ്മൾ മേടിച്ച് കുടിക്കുമ്പം നമ്മുടെ വീട്ടിൽ ഇതേപോലെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വീട്ടിൽ വരുന്നവർക്കും നമ്മൾക്കും എല്ലാവർക്കും കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും ഒക്കെ ധാരാളമായിട്ട് കഴിക്കാൻ പറ്റിയ വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ നല്ല ഒരു സ്ക്വാഷാണ് നമ്മുടെ സ്ക്വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്കിനി ഒരു കുപ്പിയിലോട്ട് മാറ്റി കൊടുക്കാം. ഇതാ കണ്ടോ, കറക്റ്റ് ആ ഒരു സ്ക്വാഷ് എന്തൊരു മണമാണെന്നറിയോ. നമുക്ക് ഇത് ഈ ഒരു കുപ്പിയിൽ നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു വലിയൊരു കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുപ്പിയിൽ നല്ലതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ആ ഒരു ഫുൾ ആ ഒരു കുപ്പിയിൽ നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു സ്ക്വാഷ് വീത്ത് കുടിച്ച് നോക്കണ്ടേ, നമ്മൾ ഇത്രയും ഉണ്ടാക്കിയതല്ലേ. അപ്പം ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു സ്ക്വാഷിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കണമെന്ന് എനിക്കിത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നുകയാണ്. ഇതിൽ നിന്നൊരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാലോ എന്ന്. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് ഇതിൽ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാം. ഇത് ഞാൻ അടച്ചു വെച്ചെങ്കിലും ഇതിൽ നിന്ന് ഇനി നമുക്ക് ഒരു ജ്യൂസ് കൂടി കുടിക്കാനുണ്ട്. അപ്പോൾ അതുകൂടി കുടിച്ചിട്ട് മാത്രമേ നമ്മളിത് ഇതിൽ നമുക്ക് നമ്പർ ലിറ്റർ അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ തവണയും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്ര ഉപയോഗിച്ചു അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് തയ്യാറാക്കി വീട്ടിൽ വെച്ചിട്ട് ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. കുറേ നാളധികം ഇരിക്കും, ഒരുപാട് അങ്ങനെ കേടൊന്നും ആയി പോകത്തില്ല. എന്താ ഇവിടെ ഞാനിത് വീത്തുന്നുണ്ട്. കുറച്ച് മാത്രം നമ്മളിത് ഇത്ര സംഭവം നമ്മൾ എടുത്താൽ മതി. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടി വീത്തിയിട്ട് ഒന്ന് കുടിച്ച് നോക്കൂ. കറക്റ്റ് നമുക്ക് വേറെ ഒരു പഞ്ചസാരയാവട്ടെ വേറെ ഒന്നും നമുക്കിതിൽ ആഡ് ചെയ്യണ്ട. നമ്മളിതാ ഇത് വെള്ളവും കൂടി കറക്റ്റ് കുടിച്ചാൽ കറക്റ്റ് ആ ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നിങ്ങൾ ലൈക്ക് കമൻറ്റ് ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആരും തന്നെ നിരാശപ്പെടുത്തില്ല എന്ന ഒരു വിശ്വാസത്തോടെ എല്ലാവർക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്ത് തരികയാണ് കേട്ടോ ഈ ഒരു ജ്യൂസ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.